ഈ കോയമ്പത്തൂരിലെ കർപ്പകം കോളേജിലെ 10 വിദ്യാർത്ഥികളാണ് ഈ പുഴ കാണാനും കുളിക്കാനുമായി എത്തുന്നത്. പെൺകുട്ടികളടക്കമുള്ള സംഘമായിരുന്നു. അതിൽ 2 വിദ്യാർത്ഥികൾ ഈ തടയണയിലേക്ക് ഇറങ്ങുന്നു. തടയണയിൽ നിന്ന് ഒരു ചുഴി പോലെ ആണ് ആ കുട്ടി ഈ ഗ്യാപ്പിലേക്ക് കയറുന്നത്. ഈ ഗ്യാപ്പിലേക്ക് കയറുന്നത്. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചില നാട്ടുകാർ ആയ വിദ്യാർത്ഥികൾ കൂടി ഉണ്ട്. എന്താണ് നിങ്ങൾ ആ സമയത്ത് കണ്ടത്? എന്താണ്? ഞങ്ങൾ ചിറ്റൂരിൽ നിന്ന് വണ്ടിയിൽ വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മറ്റേ ഇവിടെ ഒരാൾ പൊട്ടി കിടക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവൻ്റെ. അപ്പോൾ ജസ്റ്റ് രക്ഷിക്കാൻ വരുന്ന പറഞ്ഞിട്ട് ഇതാക്കി. അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങിപ്പോയി, രണ്ടുപേരും കൂടി താഴെ ഇറങ്ങിപ്പോയപ്പോൾ ഒരാൾ പാതി ഓടയിൽ പാതി ഇങ്ങനെ ഫുള്ള് ശരീരം മൊത്തം പോയി കിടക്കുന്നത്, ഭയങ്കര അബോധസ്ഥയിലായിരുന്നു ആൾ. അപ്പോൾ നമ്മളെ കൈ പിടിച്ച് നിർത്തുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ആൾ വിട്ടുപോയായിരുന്നു. അത് ഈ നേരത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആളായിരുന്നു. അയാൾ പറഞ്ഞാൽ നല്ല ഒഴുക്കാണ് ഒന്നാമത്. എന്ന് വെച്ചാൽ പിടിച്ച് നിൽക്കുക എന്നുള്ളതുള്ളൂ. വേറെ എങ്ങനെ പിടിച്ച് നമ്മളല്ലേ പിടിച്ച് വലിക്കുന്നവരും ആൾ വരുന്നില്ല, അങ്ങനെ പോകണമെങ്കിൽ വരുന്നില്ല. പിന്നെ പിടിച്ച് നിർത്തുക എന്നുള്ളൊരു ഇത് മാത്രം ഉണ്ടല്ലോ. അതിന് ശേഷം ഫയർഫോഴ്സ് 10-15 മിനിറ്റ് ശേഷം വന്നതിന് ശേഷമാണ് ഞങ്ങൾ കഴുത്തിന് മേലുള്ള ഭാഗം മാത്രമാണ് പുറത്ത് കണ്ടിരുന്നത്. അതെ. അപ്പോൾ ഈ അവരുടെ കൂടെയുള്ള പെൺകുട്ടികളൊക്കെ കരച്ചിൽ കേട്ടാണ് നിങ്ങൾ പാലത്തിന് താഴെ ഇറങ്ങിയത്? ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ എന്താ സംഭവം ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ കണ്ടതാണ്. എന്നിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങി വന്നപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. എന്നിട്ട് നമ്മൾ ആൾക്കാരെ കൂട്ടി ഫയർഫോഴ്സിനൊക്കെ വിളിച്ച് ഒന്ന് സഹായിക്കാൻ വേണ്ടി ഇതാക്കിയത്. അപ്പോഴേക്കും ഇപ്പോൾ ഈ കാണാതായ വിദ്യാർത്ഥി അപ്പോഴേക്കും പോയിരുന്നു. അവർ പോയി ഒരു 10 മിനിറ്റ് ആയി പറഞ്ഞിട്ട് വേറെ അവിടുത്തെ സുഹൃത്ത് പറഞ്ഞു. കറക്റ്റായി അവർ നമുക്കറിയില്ല, ഈ ഭാഗത്തായിരുന്നു നമ്മൾ ഇതായത്. ഇതാണ് ഈ വിദ്യാർത്ഥികൾ ഈ രക്ഷാപ്രവർത്തനം ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ പാലത്തിന് മുകളിലൂടെ യാത്ര ചെയ്തിരുന്ന ചില ആളുകൾ, ചില യുവാക്കൾ ഓടിയെത്തുകയും പിന്നീട് ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ കൂടി ഗൗതം എന്ന വിദ്യാർത്ഥിയെ പുറത്തെടുത്തത്. ഈ ഗൗതമിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. കുറച്ച് സമയമാണ് ഈ ഗൗതം ആ രീതിയിൽ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും, ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അരുൺകുമാറിന് വേണ്ടിയുള്ള തിരച്ചിലാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ കോസ്വേക്ക് അകത്തെ ഗ്യാപ്പിൽ സ്കൂബ സംഘം ഇറങ്ങി പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി ഒരുപക്ഷെ ഈ കുറച്ച് ദൂരം കൂടി അപ്പുറത്തേക്ക് പോയിരിക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയുന്നില്ല. അത്തരമൊരു സാധ്യതയാണ് ഈ ഫയർഫോഴ്സും അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരും, നേരത്തെ മന്ത്രി ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചിരുന്നു, അവരെല്ലാം തന്നെ കാണുന്നത്. ഇപ്പോഴും എന്തായാലും തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അമൃത, സാജിദ, ഇപ്പോൾ നേരത്തെ വന്ന പ്രതികരണത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവിടെ പോയ ഈ സംഘത്തിന് ഈ പ്രദേശത്തെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. സാധാരണക്കാരെ അവിടെയുള്ള പ്രദേശവാസികൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് അത്തരത്തിലുള്ള പ്രതികരണമാണ് കേട്ടത്. ഇപ്പോൾ ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ കുട്ടികൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? മറ്റു പ്രദേശവാസികൾ ആരെങ്കിലും സമീപത്ത് ഉണ്ടായിരുന്നോ? ഇല്ല, ഈ അപകടം നടക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സംഘത്തിൽ പെൺകുട്ടികളും അതോടൊപ്പം തന്നെ ആൺകുട്ടികളായ വിദ്യാർത്ഥികളും തന്നെ ഉണ്ടായിരുന്നു. ഈ കോളേജ് വിദ്യാർത്ഥികളാണ് ഇവർ. ഈ ചിറ്റൂർ പുഴ കാണുക, കുളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നതാണ്. അപ്പോൾ ഈ കെട്ടിലേക്കാണ് അവർ ആദ്യം ഇറങ്ങുന്നത്. ഈ കെട്ടിലേക്ക് ഇറങ്ങി അതിനകത്ത് ഉള്ള ഒരു ഗ്യാപ്പിലൂടെ താഴേക്ക് പോയതാണ് ഈ അപകടം സംഭവിക്കാനുള്ള കാരണം.